കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വലിയ വിവാദമായ ഒന്ന് റഫറിങ് ആണല്ലോ. അപ്പോൾ കലാശപ്പോരിൽ ആരായിരിക്കും റഫറി എന്നുള്ളൊരു ആശങ്കയും കൂടിയുണ്ട്. ചോദ്യമുണ്ട്. അദ്ദേഹം കൂടുതൽ 46 വയസ്സുകാരനാണ്. ഇത് സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഈ പേര് അർജന്റീന ആരാധകരെ സംബന്ധിച്ച്. കാരണം സ്ലാവ്കോ വിൻസിച്ച് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന തോറ്റുപോയൊരു മത്സരമുണ്ട്. അതിൽ 4th ഒഫീഷ്യലായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല ഈ ലോകകപ്പിൽ അദ്ദേഹം ആദ്യമായിട്ട് ഈ വാപൊത്തി സംസാരിച്ചതിന് നേരിട്ട് ചുവപ്പ് കാർഡ് കൊടുത്ത എക്വഡോർ താരത്തിന് ചുവപ്പ് കാർഡ് കൊടുത്തൊരു റഫറി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. വലിയ മത്സരങ്ങളിൽ പരിചയമുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അർജന്റീനയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള റഫറിമാരാണ് അർജന്റീനയുടെ മത്സരം നിയന്ത്രിച്ചപ്പോൾ എല്ലായ്പ്പോഴും അർജന്റീന ജയിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നേരിട്ട് എതിർവശത്താണ്. 4 കളികൾ ഇദ്ദേഹം സ്പെയിനിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. 4 കളികളും സ്പെയിൻ ജയിച്ചിട്ടുള്ള കളികൾ. സ്പെയിനിന്റെ കളി ഇഷ്ടമാണെന്ന് മുമ്പൊരിക്കൽ അദ്ദേഹം പറഞ്ഞതായിട്ടും വാർത്തകളുണ്ട്. അത് മാത്രമല്ല യൂറോ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ഫൈനൽ മത്സരം നിയന്ത്രിച്ച ഫ്രാൻസിനെ തോൽപ്പിച്ച 2-1 തോൽപ്പിച്ച ഫൈനൽ മത്സരം സ്പെയിൻ അനുകൂലമായിട്ടുള്ള മത്സരം നിയന്ത്രിച്ചത് സ്ലാവ്കോ വിൻസിച്ചാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി കണക്ട് ചെയ്യാം. എന്തുകൊണ്ട് സിമിയോണി ആദ്യം കളിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹം മിനിമം 3 കാർഡ് മഞ്ഞ കാർഡുകൾ ഒരു മത്സരത്തിൽ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ സിമിയോണി ആദ്യം ഇറക്കി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡ് കിട്ടി അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ട്. ചുവപ്പ് കാർഡ് എടുക്കുന്നതിൽ പോലും ഇഷ്ടമുള്ള ഒരു ആളാണ്. മടിയില്ലാത്ത താരമാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് ഒരു ഫിസിക്കൽ ഗെയിം മാത്രമല്ല ഫിസിക്കൽ ഗെയിം അനുവദിക്കും. മിഡ്ഫീൽഡിൽ ഫിസിക്കൽ ഗെയിം അനുവദിക്കുന്ന ഒരു റഫറിയാണ് അത്ര അദ്ദേഹം. അതിനുശേഷമാണ് അദ്ദേഹം കാർഡ് എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഒരു സൈക്കോ കൂടിയാണ് അത്ര. അല്ല, ഇനിയിപ്പോൾ ആരോപണങ്ങളൊന്നും ഉണ്ടാവരുത്. കാരണം ഇതൊരു അവസാന നിമിഷം ഏറ്റവും കർക്കശക്കാരനായ ഒരു റഫറിയെ ഫൈനലിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ. പക്ഷെ അത് ഭയങ്കര വികാരഭരിതനായിരുന്നു കേട്ടോ. അത് ഒരു വലിയ നേട്ടമാണല്ലോ. ഒരു ലോകകപ്പിന്റെ ഫൈനൽ നിയന്ത്രിക്കുക എന്നത് ഒരു റഫറിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഒന്നാണ്. അദ്ദേഹം ആ പ്രഖ്യാപന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ണീരണിയുന്നുണ്ടായിരുന്നു. അത് ഫൈനലിൽ ആര് കണ്ണീരണിയും എന്നുള്ളതാണ് നമ്മളറിയാൻ പോകുന്നത്. സമ്മർദ്ദം ഏത് ടീമിനാണ്? സമ്മർദ്ദം ഫൈനലാണല്ലോ. 2 ടീമുകൾക്ക് ഒരേപോലെ എന്തായാലും ഉണ്ടാകും. കാരണം അത്രയും വലിയൊരു വേദിയിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സമ്മർദ്ദം കുറവ് അർജന്റീനയ്ക്കാണ് സാധ്യത. കാരണം അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ലയണൽ മെസ്സി തന്നെ കളിക്കുന്ന 3ാമത്തെ ഫൈനലാണ് ഇത്. റെയിനിങ് ചാമ്പ്യൻസ് ആണ്. ഇനിയിപ്പോൾ ഫൈനലിൽ തോറ്റാൽ പോലും അത്ര രീതിയിൽ ഏകദേശം എല്ലാ ഫാൻസിനെയും അവർ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞു ഈ ഒരു 7 മത്സരം കൊണ്ട് തന്നെ. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം 2010 കിട്ടിയത് ഒരു ഫ്ലൂക്കല്ല എന്ന് തെളിയിക്കണം. മാത്രമല്ല ഈ ലോകകപ്പിൽ ഉടനീളം കൊണ്ടുവന്ന ആ ഒരു ഗംഭീരമായ പെർഫോമൻസ് തിരിച്ച് അതിലൊരു കിരീടത്തിലേക്ക് സമാപ്തിയോടെ അവസാനിപ്പിക്കാൻ. പ്രഡിക്ഷൻ ഉണ്ടോ? പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് കൂടെ നമുക്ക് നിർത്താം. ഏറെ കയറണോ? പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. സമയമില്ല, പെട്ടെന്ന് പറയണം. തീർച്ചയായിട്ടും സ്പെയിൻ ജയിക്കട്ടെ. അത് ആഗ്രഹമാണ്, പ്രഡിക്ഷൻ അല്ല. സ്പെയിൻ 2-1. ഓക്കെ, ഇവിടെ 2-0 ഫോർ സ്പെയിൻ, 1-0 അർജന്റീന. അപ്പോൾ ഫൈനലിന്റെ അന്ന് എടുത്തു വെക്കാൻ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കൂടി കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ പ്രവചനം പാളിയതാണ്. ഈ പ്രവചനമെങ്കിലും നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പ്രവചിക്കുന്നതിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നമ്മളത് തിരുത്തും.